മനസ്സും ശരീരവും, നമ്മളിത് രണ്ടുമാണെന്നുള്ള ബോധമാണ് നമ്മുടെ ജീവിതത്തിനെ പരിമിതിപ്പെടുത്തി നിർത്തിയിരിക്കുന്നത്. ഈ ശരീരത്തിൻ്റെ മനസ്സിൻ്റെയുമുള്ള ഒരു ശക്തിയാവുന്ന ഒരു ഊർജമാണ് നമ്മൾ. അതിനെ നമ്മൾ ആത്മാവെന്ന് വിളിച്ചു. ഈ ആത്മാവിനെ കണ്ടെത്തുവാനായിട്ടുള്ള ഒരു മാർഗമാണ് ധ്യാനം. ധ്യാനം പരിശീലിക്കുകയും ധ്യാനത്തിലൂടെ ധാരണ വരികയും ഞാനെന്ന് പറയുന്ന ഒരു പ്രകാശമാണെന്നുള്ള തിരിച്ചറിവുമാണ് ധ്യാനത്തിൽ സംഭവിക്കുന്നത്. പരബ്രഹ്മത്തെ അറിഞ്ഞുകൊണ്ട് ഈ സൃഷ്ടി പ്രക്രിയയുടെ ഒരു ലയനം സംഭവിക്കുവാനായിട്ടുള്ള മാർഗമാണ് ധ്യാനം. അതിലേക്കുള്ള ഓരോ ചുവടുവെപ്പുകളുമാണ് സാധന എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് ഏതൊരു സാധന പരിശീലിക്കുന്നോ, നിങ്ങൾ അതിൻ്റെ ഓരോ ഈ സൃഷ്ടിയുടെ നമ്മൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഓരോ ചക്രങ്ങളും ഡിഫറെൻറ്റ് ഡയമെൻഷനിൽ നമ്മൾ സ്പിരിച്വൽ എനർജീസിനെ ഇന്നർ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് തിരിച്ചറിയുവാനായിട്ടുള്ള മാർഗമാണ് ധ്യാനം. ആത്മീയത എന്ന് പറയുന്നൊരു ഫിലോസഫി അല്ല, ആത്മീയത എന്ന് പറയുന്നൊരു വിശ്വാസമല്ല, അവർ ഓൺ എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ എക്സ്പീരിയൻസ് ഇന്നർ ജേണിയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നതാണ് ഈ സത്യത്തെ. ഇതിനെ മനസ്സിലാക്കുവാനായിട്ടുള്ള മാർഗമാണ് ധ്യാനം. എല്ലാവർക്കും നമസ്കാരം.